ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു നിങ്സ് അക്കാഡമി. നിങ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഇംഗ്ലീഷിലെ ഡെത്ത് ദ ലെവലർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിന്റെ കുറച്ച് മെയിൻ തീംസ് എന്താണെന്ന് നോക്കാം. Death the Leveler is a poem about death and its impact on human life. അതായത് Death the Leveler എന്ന് പറയുന്ന ഈ ഒരു പോയം മെയിൻ ആയിട്ട് പറയുന്നത് ഡെത്ത് എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണെന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. The main idea is that death is a equal for everyone, no matter who they are or what they have achieved. അതായത് ഇതിലെ മെയിൻ ഐഡിയ, മെയിൻ തീം എന്ന് പറയുന്നത് ഡെത്ത്, മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെയാണ്. മരണം എന്താണ്? എല്ലാവർക്കും ഒരേപോലെയാണ്. നോ മാറ്റർ ഹൂ ദേ ആർ, അതായത് അവർ ആരാണെന്നുണ്ടെങ്കിലും ഓർ വാട്ട് ദേ ഹാവ് അച്ചീവ്ഡ്, അവർ എന്താണ് നേടിയിരുന്നെങ്കിലും അവർക്ക് എന്താണ്, എല്ലാവർക്കും എന്ത് ചെയ്യുമായിരിക്കും, മരണം ഒരേപോലെ ആയിരിക്കും. മരണത്തിന് എന്തില്ല, പാവപ്പെട്ടവരാണ് അല്ലെങ്കിൽ റിച്ച് ആണ്, അങ്ങനെ ഒരു വേർതിരിവൊന്നും മരണത്തിനില്ല. ഓക്കെ, ഡെത്ത് ട്രീറ്റ്സ് എവരി വൺ ദ സെയിം. ഡെത്ത് എന്താണ്, എല്ലാവരെയും ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, റിച്ച്, പുവർ, സ്ട്രോങ്, വീക്ക് ആൻഡ് ടേൺസ് ദം ഓൾ ടു ഡസ്റ്റ്. അതായത് റിച്ച് ആയാലും പുവർ ആയാലും അതേപോലെ തന്നെ എന്താണ്, സ്ട്രോങ് ആയാലും വീക്ക് ആയാലും എല്ലാവരും ലാസ്റ്റ് എന്തായി മാറും, വെറും ഡസ്റ്റ് ആയി മാറും. അതായത് ജസ്റ്റ് ഒരു ഓർമ്മ മാത്രമായി മാറും എല്ലാവരുടെയും. ഓക്കെ, the only thing that lasts is the memory of good things we did during our life. അതായത് നമ്മൾ മരിച്ചു പോയാലും നമ്മൾ വീണ്ടും ഓർക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും, നമ്മുടെ ലൈഫിൽ ചെയ്യുന്ന നല്ല കാര്യം, ഗുഡ് തിങ്സ് മാത്രമേ ആൾക്കാർ ഓർക്കുള്ളൂ. ഇപ്പൊ നമ്മൾ കുറെ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ മരിച്ചു പോയാൽ എന്താണ്, നമ്മൾ ആരെങ്കിലും നല്ല കാര്യത്തിനായിട്ട് ഓർക്കും? ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഗുഡ് ഡീഡ്സ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആൾക്കാർ ഓർക്കുള്ളൂ. ഇതൊക്കെയാണ് മെയിൻ തീം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. The glories of our blood and state are shadows. Okay, നോക്കാം. അതായത് നമ്മുടെ ഇവിടെ ബ്ലഡ് എന്ന് പറയുന്ന ബർത്ത് ആണ്. നമ്മുടെ ജനനത്തിൽ ഉണ്ടാവുന്ന എന്താണ്, ആ ഒരു ഗ്ലോറി, നമുക്ക് ജനനത്തിൽ ഉണ്ടാവുന്ന എന്താണ്, ആ ഒരു ഓറയും അതേപോലെ തന്നെ എന്താണ് ആൻഡ് സ്റ്റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ സോഷ്യൽ സ്റ്റേറ്റ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ് ഒക്കെ മീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് സോഷ്യൽ സ്റ്റേറ്റും ഫിനാൻഷ്യൽ സ്റ്റേറ്റ് ഒക്കെ ഇവിടെ മീൻ ചെയ്യുന്നുണ്ട്. സോഷ്യൽ ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ് ഒക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ട് മീൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ സോഷ്യൽ സ്റ്റേറ്റ് എന്തായാലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ് എന്തായാലും അതൊക്കെ എന്തായി മാറും, വെറും ഷാഡോസ്, നമ്മുടെ വെറും നിഴലുകളായി മാറും. നമുക്കിപ്പോ സോഷ്യൽ ഭയങ്കര വലിയ ആളാണെന്ന് പറഞ്ഞാൽ എല്ലാവരും മരിച്ചു പോകില്ല, ആർക്കും മരണമില്ലാത്ത ആളൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഇനി നോട്ട് സസ്റ്റൈനബിൾ തിങ്സ്. സസ്റ്റൈനബിൾ തിങ്സ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നതാണ് സ്ട്രോങ് ആയിട്ടുള്ള കാര്യമല്ല. അതൊന്നും എന്തല്ല, സ്ട്രോങ് ആയിട്ടുള്ള കാര്യമല്ല. സസ്റ്റൈനബിൾ എന്ന് വെച്ചാൽ എന്താണ് മീനിങ്, സ്ട്രോങ് എന്നാണ് കേട്ടോ. ഓക്കെ, there are no armor against fate. ആർമർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഷീൽഡ്, കവചം, ഷീൽഡ്. ഓക്കെ, നമ്മളുടെ എന്താണ് വിധിനെ മറികടക്കാൻ നമുക്ക് എന്തില്ല, ഒരു കവചങ്ങളും നമ്മുടെ കയ്യിലില്ല. Death lies his icy hands on kings, scepter and crown. Scepter എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്, ഡെക്കറേറ്റഡ് സ്റ്റിക്കിനെയാണ് സ്കെപ്റ്റർ എന്ന് പറയുന്നത്. ഡെക്കറേറ്റഡ് സ്റ്റിക്കിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്കെപ്റ്റർ എന്ന് പറയുന്നത്. അതായത് ഈ രാജാക്കന്മാരുടെ കയ്യിൽ എന്താണ്, ഭയങ്കര ഡെക്കറേറ്റ് ആയിട്ടുള്ള ഭയങ്കര ആഡംബരമായ എന്തുണ്ടാവും, സ്റ്റിക്കുകളൊക്കെ ഉണ്ടാവും. അതിനാണ് എന്തെന്ന് പറയുന്നത്, സ്കെപ്റ്റർ എന്ന് പറയുന്നത്. ക്രൗൺ നിങ്ങൾക്ക് അറിയാലോ, കിരീടം. ഓക്കെ, അതായത് എന്താണ്, ആ രാജാക്കന്മാരുടെ കയ്യിൽ നിന്നും എന്ത് ലാസ്റ്റ് താഴെ വീഴും, ആ ഒരു സ്കെപ്റ്ററും അതേപോലെ തന്നെ ആ ഒരു ക്രൗണൊക്കെ താഴെ വീഴും. മസ്റ്റ് ടംബിൾ ഡൗൺ. ടംബിൾ ഡൗൺ എന്ന് വെച്ചാൽ എന്താണ്, താഴെ വീഴുക എന്നാണ് മീനിങ്. ടംബിൾ ഡൗൺ മീനിങ് എന്താണ്, താഴെ വീഴുക. ആൻഡ് ഇൻ ദ ഡസ്റ്റ് ബി ഈക്വൽ മെയ്ഡ് വിത്ത് ദ പുവർ ക്രൂക്ക് സ്കേപ്ഡ് ആൻഡ് സ്പേഡ്. ഓക്കെ, ഒരു കർഷകന്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണോ ഒരു അരിവാളും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കലപ്പൊക്കെ എങ്ങനെയാണോ താഴത്തോട്ട് വീണത്, അതേപോലെ തന്നെ കിങ്സിന്റെ കയ്യിലുള്ള എന്ത് വീഴുന്നാണ് പറയുന്നത്, ക്രൗണും സ്കെപ്റ്ററും ഒക്കെ വീണ് പോകുന്നതാണ് പറയുന്നത്. അവിടെ മീൻ ചെയ്യുന്നത് എന്താണ്, ആരായാലും അവിടെ എന്താണ്, കിങ് എന്നോ ഫാമർന്നോ, അതായത് പണിക്കാരനാണ് രാജാവാണെന്നുള്ള വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും എന്തുണ്ട്, മരണം ഉണ്ടെന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. The men with swords may reap the field. അതായത് എന്താണ്, സ്പോർട്സ്, men with swords. സ്പോർട്സ് എന്താണ്, വാള്. ഓക്കെ, ഇവിടെ സം മെൻ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താണ്, വാരിയേഴ്സിനാണ്. എന്താണ് മീൻ ചെയ്യുന്നത്, വാരിയേഴ്സിനാണ്. അതായത് സ്പോർട്സ് കയ്യിലുള്ള മെൻ എന്ന് പറയുമ്പോൾ എന്താണ്, വാരിയേഴ്സ് ആയിരിക്കും. അപ്പൊ ഈ വാരിയേഴ്സ് എന്താണ്, ചിലപ്പോൾ മേ റീപ് ദ ഫീൽഡ്. അവരെന്താണ്, റീപ്പ് എന്ന് വെച്ചാൽ എന്താണ്, കൊയ്യുക. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്, ഫീൽഡ്, അവര് എന്താണ് വാള് വെച്ച് ഫീൽഡ് കൊയ്യുക എന്ന് വെച്ചാൽ എന്താണ് മീൻ ചെയ്യുന്നത്, കുറെ പേര് ജീവന് എടുക്കുന്നുണ്ടാവും. യുദ്ധത്തിലൊക്കെ എന്താണ് കുറെ പേര് ജീവൻ എടുക്കുന്നുണ്ടാവും. ആൻഡ് പ്ലാൻ ഫ്രഷ് ലോറൽസ് വേർ ദേ കിൽ. ലോറൽസ് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താണ്, ഒരു തരം സസ്യമാണ്, ഒരു ചെടിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് അവിടെ കുറെ ആൾക്കാർ മരിച്ചു പോകുമ്പോൾ അവരെ ഓർമ്മയ്ക്കായിട്ട് ഒരു എന്ത് ചെയ്യും, കുറെ അധികം ഈ ലോറൽസ് ഒക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിക്കും. ബട്ട് ദെയർ സ്ട്രോങ് നെർവ്സ് അറ്റ് ലാസ്റ്റ് മസ്റ്റ് yield. പക്ഷെ അവരുടെ സ്ട്രോങ് ആയിട്ടുള്ള നെർവുകളും എന്താണ്, അവസാനം എന്ത് ചെയ്യും, yield ചെയ്യേണ്ടി വരും. എന്ത് ചെയ്യേണ്ടി വരും, സറണ്ടർ ചെയ്യേണ്ടി വരും. അവസാനവും അവരും എന്താവും, മരിച്ചു പോകും എന്നാണ് പറയുന്നത്. എത്ര പേരെ കൊന്ന ആളാണ്, അത്ര ധീരനാണെന്ന് പറഞ്ഞാൽ എന്താണ്, അവസാനം അവർക്കും എന്തുണ്ടാവും, മരണം ഉണ്ടാവും എന്നാണ് പറയുന്നത്. They tame but one another still. Tame എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്, കൺട്രോൾ. അവരെന്താണ് കുറെ പേരെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും,
പക്ഷേ ഏർലി ഓർ ലേറ്റ് ദേ സ്റ്റൂപ്പ് ടു ദി ഫേറ്റ്. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്? പക്ഷേ നേരത്തെ ആയാലും കുറച്ചെന്താണ് വൈകിയായാലും അവർ എന്ത് ചെയ്യേണ്ടി വരും? അവരുടെ വിധിക്ക് അടിമപ്പെടേണ്ടി വരും. ഓക്കെ, ബാക്കി നോക്കാം. ആൻഡ് മസ്റ്റ് ഗിവ് അപ്പ് ദെയർ murmuring breath where they pale captives creep to death. അതായത് ആ പെയിൽ ക്യാപ്റ്റീവ്സ്, അതായത് വിളറിയ ഒരു സ്ലേവ്സ്, അടിമകൾ എങ്ങനെയാണോ മരിച്ചത് അതേപോലെ തന്നെ ഇവരും എന്ത് ചെയ്യേണ്ടി വരും? ഇവരുടെ ആ ഒരു ബ്രീത്തും അവസാനം എന്ത് ചെയ്യേണ്ടി വരും? അവസാനിപ്പിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അതായത് ഇവർ കുറെ പേര് കൊന്നിട്ടുണ്ടെങ്കിലും അവസാനം ഇവരും എന്ത് ചെയ്യേണ്ടി വരും? മരിക്കേണ്ടി വരും എന്നൊരു സാധ്യതയാണ് ഈ ഒരു പോയത്തില് പറയുന്നത്. ഇനി ബാക്കി നോക്കാം. The garlands wither on your brow when boast on more your mighty deeds. ഓക്കെ, നമ്മളുടെ എന്താണ് ഈ ഒരു ഗാർലൻസ് പുഷ്പഹാരം എന്നാണ് മീനിങ്. നമ്മളുടെ ഒരു ബ്രോ, അതായത് ഈ കൺപീലിന്റെ അവിടെ എന്ത് വരും? ഗാർലൻസ് വരും. മരണത്തിന് ശേഷമുള്ള കാര്യമായിട്ടാണ് പറയുന്നത്. ഓക്കെ, upon death's purple altar now see where the victim bleeds. അതായത് എന്താണ്? ഒരു വിക്ടർ ആയാലും അതേപോലെ തന്നെ എന്താണ് വിക്ടിം ആയാലും അവസാനം എന്ത് ചെയ്യേണ്ടി വരും? ബ്ലീഡ് ചെയ്യേണ്ടി വരും. വിക്ടർ ആയാലും വിക്ടിം ആയാലും അവസാനം എന്ത് ചെയ്യേണ്ടി വരും? ബ്ലീഡ് ചെയ്യേണ്ടി വരും. ആ ഒരു ഡെത്തിന്റെ ആ ഒരു പേർപ്പിൾ അൽറ്റാറിൽ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ എല്ലാവരും അവിടെ ചെന്നുകൂടും. അതൊരു വിക്ടർ ആയാലും അതേപോലെ തന്നെ വിക്ടിം ആയാലും അവിടെ എന്ത് ചെയ്യേണ്ടി വരും? അവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. യുവർ ഹെർട്ട് മസ്റ്റ് കം ടു ദ കോൾഡ് ടോം. നിങ്ങളുടെ തലകളെല്ലാം എങ്ങോട്ട് വരും? അവസാനം ആ ഒരു തണുത്തുറഞ്ഞ ആ ഒരു എന്തിലോട്ട് വരും? ടോം, ആ ഒരു ശവകുടീരത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരും തലകൾ അവസാനം വരും എന്നാണ് പറയുന്നത്. എല്ലാവരും മരിച്ചു പോകും എന്നാണ് പറയുന്നത്. Only the actions of just smell sweet and blossom in their dust. അതായത് ആക്ഷൻസ് ഓഫ് ജസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ചെയ്ത ഗുഡ് തിങ്സിനാണ് ആക്ഷൻസ് ഓഫ് ജസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ചെയ്ത ഗുഡ് തിങ്സ് മാത്രം എന്താണ് അവസാനം നല്ലൊരു സ്മെൽ. അവിടെ സ്മെൽ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നതാണ് ആൾക്കാർക്ക് എപ്പോഴും മെമ്മറബിൾ ആണ് എന്തായിരിക്കും? നമ്മൾ ലാസ്റ്റ് ചെയ്ത ഒരു ഗുഡ് തിങ്സ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കിനി ഈ ഒരു ചാപ്റ്ററിന്റെ മെയിൻ അപ്രീസിയേഷൻ എന്താണ് നോക്കാം. ശ്രദ്ധിച്ചോളൂ കേട്ടോ. ദ പോയം ഡെത്ത് ദ ലെവലർ ടോക്സ് അബൌട്ട് ഡെത്ത്. അതായത് ഈ ഒരു പോയം മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്? ഡെത്തിനെ പറ്റിയാണ് മെയിൻ ആയിട്ട് പറയുന്നത്. Death is like a visitor that comes to everyone. ഈ ഒരു എന്താണ് മരണം എന്ന് പറയുന്നത് എന്താണ്? എല്ലാവരും ലൈഫിൽ വരുന്ന ഒരു വിസിറ്റർ ആണ് അല്ലെ. ആ ഒരു വിസിറ്റർ വരുമ്പോൾ എന്താണ്? അവരെ കൊണ്ടുപോകും, അങ്ങനെയാണ് അല്ലെ. ആ ഒരു അതിഥി വരുമ്പോൾ എന്താണ്? അവരെയും കൊണ്ടാണ് പോവാം. ജസ്റ്റ് ലൈക്ക് എ ഫ്രണ്ട്, എല്ലാവരും ഫ്രണ്ട് പോലെ എല്ലാവരും ലൈഫിലോട്ട് കടന്നു വരുന്ന ഒരു സാധനമാണ് എന്ത്? മരണം എന്ന് പറയുന്നത്. ഇറ്റ് ഡസന്റ് മാറ്റർ ഇഫ് someone is big or small. അവിടെ എന്താണ്? ഒരാൾ വലുതാണോ ചെറുതാണോ എന്നുള്ള വ്യത്യാസങ്ങളൊന്നും ഇല്ല. മരണം എന്തായാലും എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ എന്ത് വരും? അവസാനം മരണം വരും എന്നാണ് പറയുന്നത്. റിച്ച് ഓർ പുവർ, അവരെന്താണ്? റിച്ച് ആണോ പുവർ ആണോ എന്നുള്ളൊരു വേർതിരിവൊന്നും ആർക്കില്ല, ഈ ഒരു ഡെത്തിന് ഇല്ല. ഓക്കെ, ദ പോയം ടെൽസ് us that even important people like kings and strong warriors meet death too. ഓക്കെ, അപ്പൊ ഈ ഒരു പോയം മെയിൻ ആയിട്ട് പറയുന്നതാണ് ഇമ്പോർട്ടന്റ് പീപ്പിൾസ് ആയിട്ടുള്ള കിങ്സിനായാലും വാരിയേഴ്സിനായാലും അവസാനം എന്ത് സംഭവിക്കുന്നതാണ് പറയുന്നത്? മരണം സംഭവിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, even if they have big castles, death comes to them. ഓക്കെ, അപ്പൊ അവർക്ക് എന്താണ്? വലിയ എന്താണ് ഈ കൊട്ടാരങ്ങളുണ്ട്, അങ്ങനെയുണ്ട്, കുറെ പണം ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും അവർക്ക് എന്ത് കിട്ടും? അവസാനം അവർക്കും ഈ ഒരു മരണം അവരുടെ ലൈഫിലോട്ട് വന്നു ചേരും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദ പോയം ടീച്ച് us that for death everyone is the same. അപ്പൊ ഈ ഒരു പോയം നമുക്ക് മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്? മരണത്തിന്റെ കാര്യത്തിൽ എല്ലാവരും ഒരേപോലെയാണ്. അവിടെ എന്തില്ല? വേർതിരിവുകളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, we should be nice to everyone and should not treat anyone badly, reminds us to kind to others and be good friends. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് നമുക്ക് പറഞ്ഞിരുന്നത് എന്താണ്? നമ്മൾ എല്ലാവരോടും നൈസ് ആയിട്ട് പെരുമാറണം. നമ്മൾ എല്ലാവരോടും എന്ത് ചെയ്യണം? നല്ല രീതിയിൽ പെരുമാറണം. അത് മാത്രമല്ല ഒരാളെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ബാഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. അതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു പോയം റിമൈൻഡ് ചെയ്യിക്കുന്നത്. ഓക്കെ, the poem has 3 stanzas. ഇതിൽ 3 സ്റ്റാൻസകളാണ് ഉള്ളത്. It is written in rhyme ABABCEDD. അതായത് ഇതിന്റെ റൈം സ്കീം ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഓക്കെ, ഓൾ ദ ലൈൻസ് ഹാവ് പെർഫെക്റ്റ് റിതം. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാ അപ്രീസിയേഷനിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സെന്റൻസുകളാണ് കേട്ടോ. ഓക്കെ, ഇൻ ദിസ് പോയം ദ പോയറ്റ് ഹാസ് യൂസ്ഡ് മെനി ഫിഗർ ഓഫ് സ്പീച്ച് ലൈക്ക് ഇമേജറി, സിമിലീസ്, മെറ്റഫേഴ്സ്, മെറ്റോണമി എക്സെട്ര. ഓക്കെ, അപ്പൊ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ഒരുപാട് എന്താണ്? ഫിഗർ ഓഫ് സ്പീച്ചുകളാണ് അവസാനം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദേ ആഡ് ബ്യൂട്ടി ടു ദ പോയം. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ്? എല്ലാത്തിലും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെന്റൻസ്, എല്ലാ അപ്രീസിയേഷനിലും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെന്റൻസുകളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഡെത്ത് ദ ലെവലർ എന്ന് പറയുന്ന ചാപ്റ്റർ. നിങ്ങൾക്ക് അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അടിയിൽ കമന്റ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.